പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവരെ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. മക്കളില്ലാത്തവരെ, ഒത്തിരി അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ടും ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ, അവരൊറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ.
ചില സമയത്തുണ്ടല്ലോ ഞാൻ ഓർക്കുവേ, എന്തിനു വേണ്ടി, എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം? എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാമോ? ഇപ്പം മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് വചനം കേൾക്കാതെ തന്താങ്ങളുടെ വഴിക്ക് പോയത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നില്ല. അങ്ങനെ തന്താങ്ങളുടെ വഴിക്ക് പോയാലും ദൈവത്തിന് വേണമെങ്കിൽ തുടച്ച് മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു. ദൈവം അങ്ങനെ ചെയ്തില്ല. റിപ്പയർ ചെയ്തെടുക്കാനാണ് നോക്കിയത്. ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന് റിപ്പയർ ചെയ്ത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറയെ ശരിക്കും. എന്താണെന്നറിയാമോ? ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളെ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും, ആദത്തിൻ്റെ മകൻ സേത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് അത് നിങ്ങൾ കടിച്ചു പോകരുത്, ആ ഫിഗറെ കടിച്ചു പോകരുത്. മനുഷ്യ പ്രകൃതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കണത്. ആദത്തിൻ്റെ മകൻ സേത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ സേത്തിൻ്റെ ഇങ്ങനെ എടുത്തു പോകേണ്ട കാര്യമില്ല. മനുഷ്യ പ്രകൃതി, ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമ്മിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത്. ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം അവതാരത്തിലൂടെ പങ്കുകാരനാക്കുകയും ആ മനുഷ്യ പ്രകൃതിയെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തത്. അല്ല വേറെ ഒരു സൃഷ്ടി നടത്തില്ല ദൈവം. അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണതേ. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവത്തിന് വേണമെങ്കിൽ അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു സംഭവം ചെയ്യാമായിരുന്നു. നെവർ ഹിഡ്. ആ പ്രകൃതിയെ തന്നെയാണ്, അതിനുവേണ്ടി ദൈവം ഭയങ്കര വില കൊടുത്ത ചരിത്രമാണ് പുതിയ നിയമം നമ്മോട് പറയണത്. അതെല്ലാം ഒരു ഓണ്ടോളജിക്കൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ആ ബുദ്ധിബോധം ഇല്ലാത്തതിനെ അക്ഷരാർത്ഥത്തെ വളച്ചൊടിച്ച് അവൻ്റെ തന്നെ നാശമായിട്ട് മാറ്റുകയുള്ളൂ. എന്നിട്ട് അവൻ അവിശ്വാസിയായി മാറും. അങ്ങനൊന്നുമല്ല. ദൈവസ്നേഹം കൈമാറിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകൃതിയുണ്ട്. അത് വല്ലാത്ത ഒരു പ്രകൃതിയാണ്. ദൈവസ്നേഹം കൈമാറുകയും ചെയ്ത പ്രകൃതി. ക്രിസ്ത്യാനിറ്റിയിലുള്ള പ്രകൃതി എന്ന് പറയുന്നത് ഈ കാണുന്ന പച്ചപ്പുകളും സൃഷ്ടപ്രപഞ്ചം മാത്രമല്ല. പ്രകൃതി എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ നാശത്തിന് വിട്ടുകൊടുക്കാതെ അതേ പ്രകൃതി എടുത്തിട്ട് ആ പ്രകൃതി സ്വന്തം പ്രകൃതി ചേർത്തിട്ട് ആ ആദ്യത്തെ പ്രകൃതിയുടെ വിഹലതകളെ പരിഹരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകൃതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒണ്ടോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതൊരു വല്ലാത്ത ഒരു സംഭവമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം സ്നേഹമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. നമ്മുടെ കുർബാന പ്രാർത്ഥന ഒരിടത്തെ, കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് കരുണ കാണിക്കുന്നതിലും ക്ഷമ കൊടുക്കുന്നതിലുമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ റൈറ്റ് ഓഫ് ചെയ്യണ തുല്യമാണ്. ദൈവം നമ്മുടെ തെറ്റുകളുടെ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലേ? അത് ശരിക്കും ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ശരിക്കും അതിനകത്ത് വരണത്. സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് തരാത്തില്ലെന്ന് പറഞ്ഞില്ല. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ആൾക്കാർ പ്രസവിക്കുമ്പോൾ എന്താ പറയണത്? അവൻ്റെ കൂടെ ജോലി കിട്ടും, വീട് കിട്ടും, പെണ്ണ് കെട്ടിച്ച് കിട്ടും, കൊച്ചു കിട്ടും, പറമ്പ് കിട്ടും, അവനോട് കൂടി. അങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ആ വചനത്തിൻ്റെ കിടപ്പ് എന്താണ്? അതിൻ്റെ നേച്ചർ എന്താണ്? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി കുരിശിൽ ഏൽപ്പിച്ചവരാണ്. അവനോട് സമസ്തം എന്ന് പറയുമ്പോഴേ അതിൻ്റെ അകത്ത് വരണേ എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞ കരുണ കാണിക്കലും ക്ഷമ കാണിക്കലും തന്നെയാണ് സമസ്തത്തിൽ വരണത്. പത്രോസ് സാപത്ത് ദിവസം മഹാപരാധം ചെയ്തില്ലേ? എന്താണ്? യഹൂദിൻ്റെ ദൃഷ്ടിയിൽ അതൊരു ഒരു മാരകഭാവം പോലെയല്ല വരും. കണ്ടവൻ്റെ വയൽ സാപത്ത് ദിവസം കട്ട് തിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ ഉതപ്പിച്ച് എന്തൊരു പരിപാടിയാണ്! ആ സാധനം ഈശോ റൈറ്റ് ഓഫ് ചെയ്യണം കണ്ടിട്ടില്ലേ? ആഴ്ചകളെ. എന്നിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണം ദൈവത്തിന് ഗ്രൗണ്ടുണ്ട്. കർത്താവിന് അനന്ത വിജ്ഞാനത്തിൽ നിന്നൊരു പോയിന്റ് എടുത്ത് പറയും, ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തത്? ഇത് പറഞ്ഞുകൊണ്ട് പത്രോസിനെ ചേർത്ത് നിർത്തും.
എല്ലാ പാപികളുടെയും കണ്ണു നിറയണത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്തും. അതിന് എന്തെങ്കിലും ഒരു ബൈലോ ദൈവം കണ്ടുപിടിക്കും, എന്തെങ്കിലും കണ്ടുപിടിക്കും. കാര്യം വെച്ചാൽ അവനോടുകൂടെ സമസ്തവും എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ അതുണ്ട്. അവനോടുകൂടെ ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ ക്രിസ്തു തന്നെ പാപത്തിന് വലിയൊരു പരിഹാരമായി നിൽക്കുമ്പോൾ അതിനിടക്കുള്ള ചീളി കേസാണ് സാപത്ത് ലംഘനവും ഗോതമ്പ് കട്ടു തിന്ന കേസൊക്കെ സമസ്തവും. ഇപ്പം ദൈവം ക്രിസ്തുവിനെ കൊടുത്തപ്പോൾ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇനി പ്രത്യേകിച്ച് ഉപാധി ആവശ്യമില്ല ദൈവത്തിന്. അതാണ് ദൈവം. ആ സ്നേഹം മനസ്സിലാക്കാതെ പോണതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവനിന്ദയെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണേ. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തിന് അതിൻ്റെ അകത്ത് വന്ന എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് കയറിക്കൂടും. അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ചിലക്ക് എന്തെല്ലാം ദൈവത്തിൽ പറഞ്ഞാലും സാരമില്ല, അവൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും. ഇപ്പം അവരങ്ങനെ പറഞ്ഞുകൊള്ളു, എന്താ തെറ്റിരിക്കണത്, അവളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ശരിയാണല്ലോ എന്നൊക്കെ റൈറ്റ്. അത് ഇങ്ങനെ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ മറുപക്ഷത്തു നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. ദൈവസ്നേഹം ഇല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവസ്നേഹത്തെ അറിയാതെ നമ്മൾ നോക്കാം കേട്ടോ. മാധവാണ് അതൊക്കെ ടോപ്പ്. അതാണ് അവർ അവരുടെ സ്നേഹം ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ചിന്തിച്ച് അതേക്കുറിച്ച് ആലോചിച്ചെന്നൊക്കെ പറഞ്ഞു. ദൈവസ്നേഹം എന്താ വെച്ചാൽ പറയണത്, മറിയത്തിൻ്റെ മനസ്സ് ദൈവസ്നേഹം നിറഞ്ഞെന്ന് പറയുന്നതിന് പകരം പറഞ്ഞാണ് അവൾ അതേക്കുറിച്ച് ചിന്തിച്ചു, ആലോചിച്ചു, ഹൃദയത്തിൽ സംഭരിച്ചെന്നൊക്കെ പറയും. മറിയത്തിൻ്റെ മനസ്സ് ദൈവസ്നേഹത്താൽ നിറഞ്ഞു. ലോർഡ്, ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. എൻ്റെ പേര് എലിസബത്ത് വർഗീസ്, മകളുടെ പേര് സ്റ്റെല്ല. മകളുടെ പഠനം സംബന്ധിച്ച് ഞങ്ങൾ കർണാടകയിലായിരുന്നു. ഇപ്പോൾ പഠനമെല്ലാം പൂർത്തീകരിച്ച് ഞങ്ങൾ എറണാകുളത്തായിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്തു നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 17 സെപ്റ്റംബർ 2022 അത് ഈ മകളുടെ പഠിത്തത്തെ സംബന്ധമായിട്ട് പഠിത്തത്തിന് വളരെ തടസ്സം നേരിട്ട സമയത്ത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കൃപാസനത്തെ പറ്റി കണ്ടു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ സാക്ഷ്യം എഴുതി കൊടുത്ത് സൈന് കിട്ടി. ഒരു പ്രാവശ്യം എൻ്റെ മൂത്ത മകളുമായിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഇത്, അൾത്താരയിൽ നിന്നുകൊണ്ടുള്ള സാക്ഷ്യം. ഇത് എൻ്റെ മകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ മകള് കർണാടകയിൽ MDS പഠിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇയർ അനുഗ്രഹത്തോട് പഠിച്ചു. ഫസ്റ്റ് ഇയറിൽ അവർക്ക് അപ്പോൾ ഒരു ഗൈഡിനെ അവർ അലോട്ട് ചെയ്യും. അങ്ങനെ ഒരു ലേഡി ടീച്ചറായിരുന്നു ഈ മോൾക്ക് കിട്ടിയത്. ആ ടീച്ചർ വളരെ ഹറാസ് ചെയ്ത് ഈ മകളുടെ പഠിത്തത്തിൽ അവരെ ആവശ്യമില്ലാതെ കണ്ട സമയം മുതൽ വളരെ കുറ്റം പറയും. BDSനൊക്കെ ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാർക്കോട് പാസ്സായ കുട്ടിയാണ്. നല്ല രീതിയിൽ പഠിച്ചു വന്നതാണ്. ഇവരുടെ ഈ സംസാരം വളരെ നമുക്ക് മാനസികമായിട്ട് വളരെ തളർത്തുന്നതായിരുന്നു. അതുമൂലം മറ്റു കുഞ്ഞുങ്ങൾ കേട്ട് നിൽക്കുമ്പോൾ തന്നെ അവർ തന്നെ ചോദിക്കും, ഈ ടീച്ചർ ഇങ്ങനെയാണോ നിന്നോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുക. അതുപോലുള്ള സംസാരമാണ്. എത്ര അസൈൻമെൻറ്റ്സ് ചെയ്ത് കൊണ്ട് കൊടുത്താലും ആ ടീച്ചർ സൈൻ ഇട്ട് കൊടുക്കത്തില്ല. ഇവിടെ പല പ്രാവശ്യം നടത്തിയിട്ട് നീ വലിയ ബുക്ക് അത് മുഴുവനും പഠിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് പറ, എന്നിട്ട് ഞാൻ സൈൻ ഇട്ട് തരാമെന്നും പറഞ്ഞ് ഇങ്ങനെ നടത്തുമായിരുന്നു. അത് വളരെ മാനസികമായിട്ട് ഈ മകളെ അങ്ങ് തളർത്തി. എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് ലാബ് വർക്കൊക്കെ വളരെ ഉള്ളത്, എന്ത് ചെയ്തു കൊടുത്താൽ ഈ ടീച്ചർ സൈൻ കൊടുക്കത്തില്ലായിരുന്നു. ഈ ടീച്ചറിൻ്റെ അടിയിലാണ് തീസിസും വേറെ 5-6 അസൈൻമെൻറ്റ്സ് ചെയ്ത് അവരുടെ അപ്രൂവൽ കിട്ടാതെ ഈ പഠിത്തം പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല. ഈ മകൾ മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിച്ച് ഞങ്ങൾ ആ സമയത്താണ് അവിടെ കർണാടകയിൽ പോയി കൂടെ താമസമാക്കിയത്. വളരെ പ്രയാസമായി, മാനസികമായിട്ട് വളരെ തളർന്നു. കോളേജിൽ പോകാനോ പഠിക്കാനോ വളരെ താല്പര്യമില്ലാതായി. അവൾ പിന്നെ കോളേജിൽ പോയാൽ ലൈബ്രറിക്ക് പോയിരിക്കും ഈ ടീച്ചറിനെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട്. അങ്ങനെ അസൈൻമെൻറ്റ്സ് തീർത്തില്ലെങ്കിൽ ഇവർക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കത്തില്ല. അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് പോയി ലൈബ്രറിയിലിരിക്കും. ഒടുവിൽ പിന്നീട് പോകാതായി കോളേജിൽ. ഞങ്ങളെ HODയോട് പറഞ്ഞു, ഞങ്ങൾ ഇനിയും മോളെ പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ വിട്ടുപോകുക.
ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എടുക്കാൻ 2-3 പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് കോളേജിൽ ചെന്നു. പക്ഷേ ആ സാർ ഒരു വിധത്തിൽ സമ്മതിച്ചില്ല. അവൾ ബ്രില്യൻ്റായിട്ടുള്ള ഒരു കുട്ടിയാണ്, അവൾ പഠിക്കട്ടെ, ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു വർഷത്തോളം പുള്ളിക്കാരി കോളേജിൽ അറ്റൻഡ് ചെയ്തില്ല. ഇവരുടെ ഒരു പഠിത്ത സംബന്ധമായി 3 വർഷത്തെ കോഴ്സാണിത്. ഫസ്റ്റ് ഇയറിൽ പാസ്സായി കഴിഞ്ഞാൽ 1 വർഷം അവർക്ക് ലീവ് എടുത്തിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ റെഗുലറായിട്ട് ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അസൈൻമെൻറ്റ്സ് തീർത്ത് പരീക്ഷ എഴുതി പാസ്സായാൽ മതി. അങ്ങനെ ഏതായാലും പുള്ളിക്കാരി പോകാതിരുന്ന സമയത്ത് ആ അവധി എടുത്ത സമയം യൂണിവേഴ്സിറ്റി അവിടെ ലീവായിട്ട് അവർ കണക്കാക്കി. അതുപോലെ തീസിസ് ചെയ്യാൻ 1-2 ഈ ടീച്ചർ പറഞ്ഞ തീസിസ് അല്ലാതെ വേറെ ഒരു തീസിസും അവൾ ചെയ്യാനോ സമ്മതിക്കത്തില്ല. അങ്ങനെ പുറത്ത് ലാബിൽ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് അത്. 1-2 കൊടുത്ത് അത് ശരിയായില്ല. പിന്നെ അവിടുത്തെ ഒരു സയൻസ് കോളേജിൽ അവിടുത്തെ ലാബുകാർ അപ്രൂവ് ചെയ്ത് ഈ മോൾക്ക് ആ ലാബിൽ ചെന്ന് നിന്ന് വർക്ക് ചെയ്യുവാനുള്ള അനുവാദം കിട്ടി. പുള്ളിക്കാരി തന്നെ പോയി നിന്ന് ആ ലാബിൽ ആ ലാബ് വർക്കെല്ലാം ചെയ്ത് ആ തീസിസ് പൂർത്തീകരിക്കാൻ സഹായിച്ചു. ആ സമയത്ത് ഡീന് അങ്ങനെ ലീവ് തരാൻ ഒക്കത്തില്ലെന്ന് വരെ പറഞ്ഞതാണ്. ഒടുവിലെ ഞാനും ഹസ്ബൻഡും മോളും കൂടെ ചെന്ന് ഡീനിനോട് സംസാരിച്ചപ്പോഴാണ് ഡീൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളിൽ ഉപ്പ് കയ്യിൽ കരുതിയാണ് അവിടെ പോയത്. ആ സാറ് ആദ്യം വളരെ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് വളരെ തണുത്ത ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ആ സമയത്ത് അവിടെ ഉപ്പിട്ടു. അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒടുവിൽ സാർ അപ്രൂവ് ചെയ്ത് ഒരു 10-15 ദിവസത്തെ ലീവ് കൊടുത്ത് ഈ മോൾക്ക് വേറെ ലാബിൽ പോയി നിന്ന് ആ തീസിസിൻ്റെ വർക്കെല്ലാം ചെയ്ത് തീർപ്പാനൊക്കെ സഹായിച്ചു. ഉപ്പ് ഞാൻ എന്നും മോൾക്ക് കൊടുത്തു വിടും. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ എന്നും കോളേജിൽ പോകുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് 1 ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായെന്നുള്ള, ഞങ്ങളെവിടെ പോയാലും ഞാൻ കാറിലാണെങ്കിലും കൊന്തയും കാശ് രൂപവും ഇതെല്ലാം വെച്ചാണ് പോകുന്നത്. ഉടമ്പടി വസ്തുക്കളും ഒക്കെ കയ്യിൽ കരുതിയാണ് ഞങ്ങൾ പോകാറ്. അത് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹമായി. ഈ മോടെ പഠിത്ത കാര്യം ഓർത്ത് ഞങ്ങൾ മാനസികമായി കുടുംബമായിട്ട് ഞാനും ഹസ്ബൻഡും എൻ്റെ മൂത്ത മകളും കുടുംബമായിട്ട് വളരെ ഭാരത്തിലായിരുന്നു. ഞങ്ങൾ കർണാടകയിലായിരിക്കുമ്പോൾ ദൈവത്തോട് കൂടുതലായിട്ട് പ്രാർത്ഥിപ്പാൻ, ഈ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിപ്പാനും യാചിപ്പാനും അനേകരെ സഹായിപ്പാൻ, അവിടെ ഉള്ളവർക്കൊക്കെ വഴിയരികിലിരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുവാനും അവിടെ ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യുവാനും അവർക്കൊക്കെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുപ്പാൻ ഞങ്ങളെ സഹായിച്ചു. ദൈവം മുൻകൂട്ടി കരുതി ഞങ്ങളെ അവിടെ ആക്കിയതാണെന്ന് ഞാൻ എപ്പോഴും പറയും. അത് നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തന്നത്. അസാധ്യമായ കാര്യങ്ങൾ ഞങ്ങൾ സ്വപ്നേവി ചിന്തിച്ചല്ലേ ഈ മോൾ MDS പാസ്സാകുന്നത്. ഈ ഒക്ടോബറിലുള്ള പരീക്ഷയിൽ ഈ മകളാണ് അവരുടെ 9 കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ട് അസൈൻമെൻറ്റ്സ് എല്ലാം തീർത്ത് HOD പറയുകയും ചെയ്തു, സ്റ്റെല്ലയാണ് എല്ലാം തീർത്ത്. അവർക്ക് പേഷ്യൻറ്റിനെയും പരീക്ഷയ്ക്ക് നേരത്തെ കിട്ടിയത് സ്റ്റെല്ലായിക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതി ഫസ്റ്റ് ക്ലാസ്സോടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അമ്മയുടെ മാധ്യസ്ഥത്താൽ സ്റ്റെല്ലായിക്ക് ആ കോഴ്സ് പാസ്സാകുവാൻ സഹായിച്ചു. ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് ഞങ്ങളെ കോൺവൊക്കേഷനും കഴിഞ്ഞുമാണ് ഞങ്ങളിങ്ങനെ എറണാകുളത്തോട്ട് വന്നത്. ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഞങ്ങൾ ഉപരിയായിട്ട് ദൈവം ഞങ്ങളെ വളരെ അധികമായിട്ട് അനുഗ്രഹിച്ച് നടത്തി. മേലിലും കൃപ ഞങ്ങളുടെ കൂടിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മിടുക്കോ ഗുണമോ അല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നതും നിലനിൽക്കുന്നതും. ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും മോടെ ഭാവി കാര്യങ്ങളിലും ദൈവം സഹായിക്കും. അമ്മയുടെ മധ്യസ്ഥതയ്ക്കായിട്ട് ഞാൻ നിന്ന് ഉടമ്പടി പുതുക്കി അതിലെല്ലാം ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട്. എൻ്റെ അനേക കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത് ചെറുതും വലുതുമായ വളരെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ആ രാവിലത്തെ പ്രസംഗം, അതുകൊണ്ട് അത് കഴിഞ്ഞ് ധ്യാനമൊക്കെ ഞാൻ പലർക്ക് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ പത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഷോപ്പുകളിലും ഓട്ടോക്കാർക്കും ഒക്കെ കൊടുക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരോട് പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും. പലരും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അവരുടെ നമ്പറെല്ലാം കുറിച്ചെടുത്തുകൊണ്ട് വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ, സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓർഫനേജ് വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കുകയും അവർക്ക് പണം അയച്ചു കൊടുക്കുകയും അല്ലാതെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. അതുപോലെ
ആര് സഹായത്തിന് അപേക്ഷിച്ചാലും വിവാഹം, വിദ്യാഭ്യാസം, വീട് വയ്ക്കൽ, ചികിത്സ എന്ന് വേണ്ട ഏത് രീതിയിലുള്ള പ്രയാസങ്ങളാണ് അവരനുഭവിക്കുന്നത്. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ ഞങ്ങൾ പണം കൊടുത്തും അല്ലാതെയൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയുവാനുള്ള സാക്ഷ്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഈശോ നിറയുന്ന ഒരനുഭവമാണ് ഉടമ്പടി ജീവിതം. പ്രത്യക്ഷീകരണ സാക്ഷിയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എക്സ്റ്റസി എന്ന് നമുക്ക് അതിനെ വിളിക്കാം. എലിസബത്തും മകൾ സ്റ്റെല്ലയും അവരുടെ വലിയ ജീവിതാനുഭവങ്ങളാണ് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഏറ്റുപറയുന്നത്. എലിസബത്ത് തൻ്റെ മകൾ MDS എന്ന് മാസ്റ്റർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ആ ഗൈഡിൻ്റെ പക്കൽ നിന്നുള്ള ആ ഗൈഡൻസ് വളരെ നെഗറ്റീവായി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയെ സമീപിച്ച് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങളാണ് ആ അവസ്ഥയിൽ ആ മാസ്റ്റർ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളിലും സ്റ്റെല്ലയ്ക്കും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും പ്രൊഫസേഴ്സിനും ഉണ്ടായതെന്നാണ് എലിസബത്ത് ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നാം ഒരുപാട് മക്കളുടെ അനുഭവങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ്? ഈശോ നിറഞ്ഞു കഴിയുമ്പോഴുള്ള ഒരു വലിയ വ്യത്യാസങ്ങൾ. എലിസബത്ത് തന്നെ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടിയപ്പോൾ പറയുന്നത് അങ്ങനെയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരാനുള്ള സൗഭാഗ്യം എനിക്ക് എവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധ അമ്മയുമായുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഈശോയുടെ അമ്മ നമ്മുടെ അടുത്ത് വരിക എന്നുള്ളതൊരു വലിയ സൗഭാഗ്യത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആനന്ദം, ഒരു വലിയ സമ്പൂർണ്ണമായ ആനന്ദം, ഈശോ വന്നിരിക്കുന്നത് തന്നെ നമുക്ക് ജീവൻ നൽകാൻ, അത് സമ്പൂർണ്ണമായ ഒരു പെർഫെക്റ്റ് ലൈഫ്, ഫുൾനെസ് ഓഫ് ലൈഫ് തരാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ട് സ്വർഗത്തിലായിരിക്കുന്നത്, പുനരുത്ഥാനം ചെയ്തത്. നമുക്ക് ആ സ്വർഗീയ അനുഭവം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഉടമ്പടി പുതുക്കി അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എപ്പോഴും സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ്, എനിക്ക് ഈശോയെ മാത്രം മതി. പരിശുദ്ധ അമ്മ എനിക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാനുള്ളപ്പോൾ എനിക്കൊന്നിനും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ മകളുടെ തോറ്റുപോകും, MDS എക്സാം തോറ്റുപോകും എന്നുള്ളൊരു വലിയ ഒരു ആശങ്കയിലായിരുന്നു. ഈ മകൾ എപ്പോഴും നല്ല ഹൈ റാങ്കോടുകൂടി നന്നായി പഠിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മകളാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സെക്കൻഡ് ഇയർ MDS മുതൽ വലിയ സങ്കടത്തിലായിരുന്നു. അവർ തന്നെ പറയുന്നു, യാതൊരു യോഗ്യതകളുമില്ല, കാരണം ആർക്ക് വേണമെങ്കിൽ എന്നെ തോൽപ്പിക്കാം. എൻ്റെ സർട്ടിഫിക്കറ്റോ എൻ്റെ കഴിവോ ഒന്നും തന്നെ എൻ്റെ മാസ്റ്റർ ഡിഗ്രി പാസ്സാകുവാനായിട്ട് ഒന്നും തന്നെ സാധിക്കുകയില്ല. എവിടെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഗ്രേസ്, കൃപ നിറഞ്ഞ് മകൾ ഇന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്? നമുക്ക് വളരെ സന്തോഷത്തോടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഇവരൊരു മാർത്തോമ ക്രിസ്ത്യൻസാണ്. ഇവർക്ക് പരിശുദ്ധ അമ്മയെ പരിചയപ്പെടാൻ സമയമെടുക്കുന്നു. ഈശോ നിറഞ്ഞ ഒരു അനുഭവം അവർക്കുണ്ടാകുവാനായി അവർ എത്രമാത്രം ഈശോയിൽ അടിയുറച്ച് തികച്ചും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ സ്റ്റെപ്പും ഈശോയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത്. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി നന്ദി പറയാം. ഓരോ സ്റ്റെപ്പിലും മകളുടെ പരീക്ഷാ സമയങ്ങളിലെല്ലാം മകൾ ചെയ്തിരുന്നത് നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നാണ്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്കെപ്പോഴും അനുഭവിക്കാം. നമുക്കെപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളിലും നമ്മുടെ ചിന്തകളുമെല്ലാം ഈശോ നിറഞ്ഞതായിരിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. അതൊരു അഭിഷേകമാണ്. സ്റ്റെല്ലയുടെയും എലിസബത്ത് എന്ന ഈ അമ്മയുടെയും സാക്ഷ്യത്തിന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുന്നു. എൻ്റെ പേര് ജിൻസി ബിജു. ഞാൻ പള്ളുരുത്തി സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജനുവരി 5-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനിപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവന് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ശേഷം പ്ലസ് ടുവിനൊക്കെ ഒരു സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. നമുക്ക് അത്രയ്ക്കും നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റ് സിലബസിൽ സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കെപ്പോഴും നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്
മാതാവേ എൻ്റെ മോൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ അമ്മേനോട് പറയണ പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയാൻ പറ്റുമായിരുന്നു അമ്മയടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് മോന് അവിടെ അഡ്മിഷൻ കിട്ടണം, അവൻ ആഗ്രഹിക്കുന്ന പോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് തന്നെ പഠിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒരു കരിയർ ഗൈഡൻസ് ഒന്നും എനിക്ക് വശമില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ നല്ലതാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ മാതാവ് വ്യക്തമായി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ നടത്തി തരുന്ന ദിവസങ്ങളാണ് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. അപ്പോൾ അവന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് കിട്ടി, സ്കൂൾ ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ എൻ്റെ മോൻ കയറി. അവന് നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റി. +2 അവൻ ആഗ്രഹിച്ചതുപോലെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനും സാധിച്ചു. +2 കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്ക് വാങ്ങിച്ച് പാസ്സായി. ഹയർ സ്റ്റഡീസിന് എന്തിനു പോകണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ NDA ഒരു ഐഡിയ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഉടമ്പടിയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. NDA എക്സാമിന് ഫസ്റ്റ് എക്സാം അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ കാശ് രൂപമൊക്കെ കൊടുത്ത് ആ കാശ് രൂപം കൊണ്ടാണ് അവൻ എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ NDA എക്സാം നമുക്കെല്ലാവർക്കും അറിയാം വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. അപ്പോൾ അതവന് എഴുതിയെങ്കിലും 2 തവണ എഴുതിയെങ്കിലും അവന് പാസ്സാവാൻ സാധിച്ചില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ സമയത്താണ് അവൻ്റെ ശ്രദ്ധ നോട്ടിക്കൽ സയൻസിലേക്ക് തിരിഞ്ഞത്, മർച്ചൻ്റ് നേവി എഡ്യൂക്കേഷനിലേക്ക്. അപ്പോൾ അതിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്, പക്ഷേ എനിക്ക് പേടിയായിരുന്നു, ഞാനത് അധികം പ്രോത്സാഹിപ്പിച്ചില്ല. ഞാൻ അപ്പോൾ തന്നെ എനിക്ക് നിരുത്സാഹപ്പെടുത്താൻ പേടിയുമായിരുന്നു. കാരണം എനിക്ക് നല്ലൊരു ഭാവിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത സ്ഥിതിക്ക് ഞാൻ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിന് അത് അർഹതയില്ലെങ്കിൽ അത് കൊടുക്കരുത്, അത് അവനെ മാതാവ് തന്നെ അത് മാറ്റിക്കളയണം, അവൻ ആ ചിന്ത തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അവനത് താല്പര്യമുള്ളത് കൊണ്ട് അവനതിൽ തന്നെ ഉറച്ചു നിന്ന് പിന്നെ അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതിലേക്ക്. അപ്പോൾ അതിനുള്ള എൻട്രൻസ് എക്സാം അവൻ എഴുതി പാസ്സായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ അതിന് ശേഷമുള്ള സ്പോൺസർഷിപ്പ് എക്സാമുകൾ എഴുതാൻ തുടങ്ങി. അതിനുവേണ്ടി മുംബൈയിലും ചെന്നൈയിലും ഒക്കെ പോയി പരീക്ഷ എഴുതി, ഓൺലൈൻ എക്സാമൊക്കെ എഴുതി. ചില എക്സാമൊക്കെ പാസ്സാകും, പിന്നീട് ഒന്നും അറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ ചില എക്സാമിന് ഇൻ്റർവ്യൂ പാസ്സാവും, സെക്കൻഡ് ഇൻ്റർവ്യൂവിന് അവർ വിളിക്കില്ല. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കണ, പൈസ ഒരുപാട് ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കണ, ഓരോ തവണ പോകുമ്പോഴും ഒരുപാട് പൈസ ചിലവാകും. അപ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പത്തികവും ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ച്. 1 വർഷത്തോളം ഇവനിങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെ പോയി, ഒന്നും ഇവിടെ എത്തണില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കെപ്പോഴും ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ മാതാവിന് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു പേടി തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ 1 വർഷമായപ്പോൾ തന്നെ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ ഇരുന്ന് പുറത്തേക്കൊന്നും പോകാൻ പറ്റണില്ല. ആൾക്കാരെല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവനുണ്ടായി, ഇവന് വല്ല ഡിപ്രഷനായി പോകുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാനും ഹസ്ബൻഡും വളരെയധികം വിഷമിച്ചു. ഞങ്ങളപ്പോൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കും, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കൃപാസനത്തിൽ ഞാനും ഹസ്ബൻഡ് കൂടെ ഒന്ന് പ്രാർത്ഥിക്കും, ഉടമ്പടിയിൽ പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. രാവിലെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ലാസ്റ്റ് ചാൻസായി. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് ഒരു വർഷം കൂടി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റാത്തത് കൊണ്ട് ഉടനെ തന്നെ ഈ ഒരു എക്സാമും കൂടി എഴുതിയതിന് ശേഷം ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഡ്രോപ്പ് ചെയ്യാമെന്നുള്ളൊരു നിലയിലേക്ക് എത്തി. അവസാനം ആ എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കാശ് രൂപം മുറുക്കെ പിടിച്ച് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവൻ ഫസ്റ്റത്തെ എഴുതിയ എക്സാം പാസ്സായി. അതിന് ജസ്റ്റ് നെക്സ്റ്റ് ഡേ തന്നെയായിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിനും പാസ്സായി. പിന്നെ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള എക്സാമും ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. 600 പേരോളം എക്സാം എഴുതിയെങ്കിലും 15 പേര് മാത്രം സെലക്ട് ആയുള്ളൂ. അതിലൊരാൾ എൻ്റെ മോനായിരുന്നു. അപ്പോൾ അതൊരുപാട് അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. ഒട്ടും അവൻ്റെ പേരോടെ വിളിച്ച് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റിയില്ല, അത്രയ്ക്കും വലിയ അനുഗ്രഹമാണ്. പിന്നെ അതിനുശേഷം അഡ്മിഷൻ കിട്ടുമ്പോൾ തന്നെ ഇവർക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അപ്പോൾ തന്നെ ഓഫർ ലെറ്റർ കിട്ടും. പക്ഷേ ഓഫർ ലെറ്റർ കൈ കിട്ടി, ജോലി കിട്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് നന്നായിട്ട് പഠിക്കണം, പഠിച്ച് അതിനുള്ള എക്സാം അപ്പിയർ ചെയ്യണം. അവർ കമ്പനി ആവശ്യപ്പെടുന്ന റിക്വയർമെൻറ്റ്സിനോട് മാർക്കോട് പാസ്സാവണം. അപ്പോൾ ഈ കോഴ്സിന് ചേർന്നപ്പോൾ മുതലേ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ഈ അഡ്മിഷൻ കിട്ടിയതിന് തന്നെ ഞങ്ങൾ ആശ്വാസമായതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ദൈവത്തിന് നന്ദിപൂർവ്വം പ്രാർത്ഥന ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോഴാണ് ഈ കോഴ്സ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഓരോ എക്സാം വരുമ്പോഴും എന്നെ വിളിച്ച് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, മോനെ വിഷമിക്കേണ്ട, നിന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക, ബാക്കി ഈശോയും മാതാവ് നോക്കിക്കോളും, നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറയും. കാശുരൂപം അച്ഛൻ കൊടുത്ത കാശുരൂപം അവൻ്റെ കൊന്തയിലുണ്ട്, അവനെ കാശുരൂപം എപ്പോഴും തൊട്ട് പ്രാർത്ഥിക്കും. പിന്നെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് ഉപ്പൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ അത് നാവിൽ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ എന്ന് ഞാൻ പറയും. അവനതുപോലെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ തുടങ്ങി ഞാൻ പറയേണ്ട, അല്ലാതെ തന്നെ അവനതെല്ലാം
കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. പ്രാർത്ഥന കാര്യത്തിലും കൊന്തലിൻ്റെ കാര്യത്തിലാണെങ്കിൽ കിട്ടുന്ന സമയം കൊണ്ട് അവനത് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റായി. കമ്പനി ആവശ്യപ്പെട്ടതിലധികം മാർക്കോട് കൂടി എൻ്റെ മോൻ പാസ്സായി. പിന്നെ ഇപ്പോൾ അടുത്ത മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡിസംബർ 7-ാം തീയതി അവന് ചെന്നൈയിൽ US-ൻ്റെ വിസയുടെ ഇൻ്റർവ്യൂ ആണ്. അതിനുവേണ്ടി പോകാനിരിക്കുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അടുത്തത് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് GST റിട്ടേൺ ഫയൽ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഒരു അശ്രദ്ധ മൂലം എനിക്ക് വന്നൊരു തെറ്റ് കാരണം എൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു 3.5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. ഇത് ഇങ്ങനൊരു തെറ്റ് സംഭവിച്ച കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്ലയൻറ്റും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർക്കിത് കിട്ടാതെ ഇവരുടെ ബില്ല് പാസ്സാകാതെ വന്നപ്പോഴാണ് അവർ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് ക്ലിയർ ആവാത്തതെന്ന് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവരത് എന്നെ സമീപിച്ച് പറഞ്ഞത് കറക്റ്റ് ചെയ്ത് തരണം, ഞങ്ങൾക്കിത് വലിയ നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ്. ഈ 3.5 ലക്ഷം രൂപ നമ്മൾ വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് എനിക്കും അതും അഫോർഡബിൾ അല്ല, എനിക്കും അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ വിഷമിച്ച് പോയി. പക്ഷേ ഞാനിത് നോക്കി ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു പോയി. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ശരിക്കും വിഷമമായി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ ഉടമ്പടിയിലുള്ളവരാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പ്രാർത്ഥിച്ച് ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് കാശ് രൂപം എടുത്ത് കൈ പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഒരു കൊളീഗ് വന്നിട്ട് പറഞ്ഞ്, ഇപ്പോൾ ഞാനിത് ഈ പ്രശ്നം അറിയുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ മാസം 20-ാം തീയതി വരെ 2 വർഷത്തേക്ക് മുന്നേക്കമുള്ള ഒരു എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളും കുറേ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് ആ ഒരു 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ അറിയണം. ഒരു മാസം കഴിഞ്ഞിട്ടാണ്, അടുത്ത മാസമാണ് ഞങ്ങൾ ഈ മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആ ഒരു സമയം തന്നെ മാതാവ് എനിക്കത് കാണിച്ചു തരികയും അതിനുള്ള റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു മാർഗ്ഗവും മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് ഉടനെ തന്നെ അത് പറഞ്ഞത് ചെയ്യിപ്പിച്ച് ഞാൻ സഹകരിച്ചത് ചെയ്ത് ആ പ്രശ്നം സോൾവ് ആയി. ക്ലയൻറ്റിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിക്കും അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ കാര്യപ്രവൃത്തി ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ആൾക്കാരെയൊക്കെ പോയി, രോഗികളെയൊക്കെ പോയി കാണാറുണ്ട്. ഹോസ്പിറ്റലാണെങ്കിലും പോയി കാണാറുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മുന്നിൽ വന്ന് വരുന്ന ആൾക്കാർ, എൻ്റെ കണ്ണിൽ പെടുന്ന ആൾക്കാരെ എല്ലാവരും ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്. പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ ഇപ്പോൾ എനിക്ക് പറ്റുന്ന സഹായം ഞാൻ നേരിട്ടോ അല്ലാതെ ഫോണിലൂടെ വിളിച്ചിട്ടാണെങ്കിലും ഞാൻ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ പ്രാർത്ഥനാ സഹായമാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റണത് പോലെ ഞാൻ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ചിട്ട് ക്രൈസ്തവ മേഖല അക്രൈസ്തവ മേഖലകളിലും കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫോൺ ഞാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുക്കും. അച്ഛൻ്റെ ക്ലാസ് കൂടാനായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്കാണെങ്കിൽ ഇപ്പോൾ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്കൊക്കെ ഒരു കേൾക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ടാവില്ല, അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ അവർക്ക് കൊടുത്തിട്ട് അവരോടത് കേട്ടോളാൻ പറയും. അതവിടെ കൊടുത്തിട്ട് ഞാൻ പിന്നെ അതങ്ങനെ ശീലമായി. പിന്നെ അത് എല്ലാവരും വന്ന് എൻ്റെ അടുത്തൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. അത് ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. അത് മറ്റുള്ളവരോട് കൂടാനായിട്ട് അത് പറയുകയും ചെയ്യും. അതിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുമുണ്ട്. അതിൽ കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഡെയിലി നമുക്ക് നമ്മുടെ ഡെയിലി നീഡ്സ് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അച്ഛനോട് ഓർത്തോർത്ത് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളായിട്ട് കിട്ടുന്ന എല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് സാക്ഷ്യപ്പെടുത്തും. എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ സാക്ഷ്യത്തിൽ ഓരോരുത്തരോട് പറഞ്ഞത് കൂടണം എന്ന് പറഞ്ഞ് എല്ലാവരോടും പറയാറുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മനുഷ്യർക്ക് നല്ല ദാനങ്ങൾ നൽകാൻ, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ജിൻസിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. മകൻ്റെ പഠനകാലം മുതലുള്ള വലിയ പ്രാർത്ഥനകളെക്കുറിച്ചുള്ള ആവലാതിയൊക്കെയാണ് ജിൻസി എന്ന അമ്മ ഇവിടെ നമ്മോട് പങ്കുവച്ചത്. മകനെ പഠനകാലത്തെല്ലാം ഈശോയുടെ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചതും ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്ന മകനെ ഇന്ന് മെർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യാനായി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള ഈശോയുടെ വലിയ സാക്ഷ്യമാണിത്. നമ്മുടെ അയോഗ്യതകളെല്ലാം കൃപകളാക്കി നിറച്ച് നമ്മെ വളരെ ഉയരങ്ങളിലേക്ക് ഈശോ നമ്മെ എത്തിക്കും എന്നുള്ളതാണ് ഉടമ്പടി എന്ന ഈ വാഗ്ദാന പ്രാർത്ഥനാ പദ്ധതിയുടെ പ്രത്യേകത.
ഈശോ നമ്മോട് അരുളി ചെയ്യുന്നത് പോലെ മക്കളായ നമ്മുടെ മക്കൾക്ക് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കും. കാരണം നാം 6 നിയോഗങ്ങൾ എഴുതുമ്പോൾ ഒരു നിയോഗം ഒരു ആധ്യാത്മിക നിയോഗമാണ് നാം എഴുതാറുള്ളത്. അത് നമുക്ക് ഈശോയെ അനുഭവിക്കുവാനോ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എല്ലാ സമയത്തും നമുക്ക് ലഭിക്കുവാനോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയോ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, ഞാൻ അങ്ങയുടെ ദാസനോ ദാസിയോ, ഇങ്ങനെ ഒരുപാട് ആധ്യാത്മിക ആവശ്യങ്ങൾ നാം എഴുതാറുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഉടമ്പടി ജീവിതം നമുക്ക് വളരെ മനോഹരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം ഉടമ്പടി ജീവിതം ഒരു സ്വർഗീയ മുന്നാസ്വാദനമാണ്. ഇവിടെയുള്ള നമ്മുടെ ത്യാഗജീവിതം, പല മക്കളും ഇവിടെ വന്ന് ഉടമ്പടി കണ്ടിന്യൂസ് ആയി ഒരു ദിവസത്തെ പോലും ബ്രേക്കില്ലാതെ, ഒരു സഹോദരി ഇവിടെ വന്ന് പറയുകയായിരുന്നു, ഞാൻ 18 പ്രാവശ്യം ഉടമ്പടി പുതുക്കി, ഒരു ദിവസം പോലും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് ഈശോയോടുള്ളൊരു വലിയ ഉടമ്പടിയാണ്. നമുക്കറിയാം ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. 2 വ്യക്തികൾ തമ്മിൽ, ദൈവവും ഞാനും തമ്മിലുള്ള ഒരു ഉറപ്പിൻ്റെ എഗ്രിമെൻ്റാണിത്. അതിൽ ഞാൻ അല്പം പോലും യാതൊരു കോംപ്രമൈസുമില്ല. ദൈവത്തിനുള്ളത് ഞാൻ കൃത്യമായി ദൈവത്തിന് കൊടുത്തിരിക്കും എന്നുള്ള ഒരു വലിയ ഉറപ്പാണെന്ന് ജിൻസി തൻ്റെ ഉടമ്പടി വളരെ കൃത്യമായി പാലിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണിത്. താൻ ചോദിച്ചതെല്ലാം തന്നെ ഈശോ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലൂടെ അവരുടെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നു. മകൻ വളരെ വലിയ ഉന്നതങ്ങളിലേക്ക് ഉയരണം എന്ന പ്രാർത്ഥനയാണ് ഈ അമ്മയുടേത്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നാം എപ്പോഴും യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവ് നമ്മൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്, അഭിഷേകമാണ്. നമുക്കതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്കെപ്പോഴും ഈശോയോട് വിശ്വസ്തതയുള്ളവരായിരിക്കാം. മാതാപിതാക്കൾക്കുള്ള ഒരു വലിയ ആശങ്കയാണ്, എൻ്റെ മക്കൾ ഉടമ്പടിയെടുത്താൽ കൃത്യമായി പാലിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള വലിയ ആശങ്കകളുണ്ട്. നമ്മുടെ കഴിവിലല്ല നാം ജീവിക്കുന്നതെന്ന് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ബോധ്യം വരുമെങ്കിലും അതൊരു നമ്മെ വളരെയധികം വേട്ടയാടുന്നൊരു പ്രശ്നമാണ്. ഉടമ്പടി എടുത്താൽ എനിക്ക് വിശ്വസ്തരാകാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ ആശങ്ക. നമുക്കതിൽ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നാം അല്ല നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉടമ്പടി ജീവിതവും നയിക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുന്നു. കാരണം ഉടമ്പടി നേർച്ച വസ്തുക്കൾ നാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കും. നമ്മുടെ ഏതൊരവസ്ഥയിലും അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഈശോ നമ്മെ അഭിഷേകവും കൃപകളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജിൻസിയുടെയും കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു